യു താങ്ക് യു ഓൾ. എൻ്റെ പേര് ശോഭ, പേരാമ്പ്രയാണ് വീട്. ഇന്ന് ഈ ഒരു സൂം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ വളരെയധികം സ്നേഹത്തോടെ ആദരവോടെ ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഈ ഒരു MC ആവാൻ എനിക്കൊരു അവസരം തന്ന മനോജ് സാറിന് ആദ്യമേ നന്ദി പറയാണ്. താങ്ക് യു സാർ, താങ്ക് യു. എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഏട്ടനായ ചന്ദ്രമാഷാണ്. ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ്. അദ്ദേഹമാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു റിസൾട്ട് പറയാം. നമ്മളെ ഷുഗർ ബാലൻസ് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എൻ്റെ ചേച്ചിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഷുഗർ ബാലൻസിങ് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ 250, ഫുഡ് കഴിച്ചതിന് ശേഷം 327 ഷുഗർ ഉണ്ടായിരുന്ന എൻ്റെ ചേച്ചിക്ക് ഫസ്റ്റില് ഞങ്ങള് 2 വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഫസ്റ്റിലത്തെ ടൈമില് 2 വെച്ച് കൊടുത്തു. അതിനുശേഷം ടെസ്റ്റ് ചെയ്തപ്പോ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് 120 അടുത്തും, ഫുഡ് കഴിച്ചിട്ട് 200 അടുത്തായി മാറി. ഇപ്പൊ ഓരോന്ന് വീതമാണ് കഴിക്കുന്നത്. 2ാമത്തെ മാസമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നല്ല വ്യത്യാസമുണ്ട്. ക്ഷീണമൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ക്ഷീണം. അതുകൊണ്ട് ഫുഡിലും നമ്മൾ മാട്രസ് ബെഡിലും കിടന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു. പക്ഷേങ്കില് കുറച്ച് ദിവസങ്ങളൊക്കെ വീട്ടിൽ കുറച്ച് ഇത് വന്നതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ ഷുഗർ കൂടിയത്. അതിന് ശേഷം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ പറഞ്ഞു. വാങ്ങിക്കൊടുത്തപ്പോ കിട്ടിയ ഒരു റിസൾട്ടാണ്. അതുകൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ധൈര്യമായിട്ട് ഷുഗർ ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു ഷുഗർ ബാലൻസിങ് പ്രോഡക്റ്റ് ധൈര്യത്തോടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞ സമയം പോക്കുന്നില്ല. നമുക്ക് നമ്മുടെയൊക്കെ ഗ്രേറ്റ് ലീഡറും എൻ്റെ ഏട്ടനുമായ ചന്ദ്രമാഷിനെ ഇന്നത്തെ ഒരു പ്രസന്റേഷന് വേണ്ടി നമുക്ക് ക്ഷണിക്കാം. ആരോഗ്യമാണ് സമ്പത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ചന്ദ്ര സാറ് സംസാരിക്കുന്നത്. നമുക്കറിയാം, ആരോഗ്യമാണ് നമ്മൾക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ആരോഗ്യം ഇല്ലെങ്കിൽ എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല. ആരോഗ്യം തന്നെയാണ് മുഖ്യം. ഒരു ചെറിയ ഒരു വിരലിന് ഒരു വേദന വന്നാൽ പോലും നമുക്കത് നമ്മളെ സന്തോഷകരമായ ജീവിതത്തിനെ അത് ബാധിക്കുന്നതാണ്. അപ്പൊ ആരോഗ്യം ഇല്ലെങ്കിൽ ആ മനുഷ്യന്റെ എത്ര വലിയ നിലയിലും ഒന്നും ആയിട്ടും കാര്യമില്ല. ആരോഗ്യത്തിലൊക്കെ ആ സന്തോഷകരമായ ജീവിതം അനുഭവിക്കാൻ പറ്റില്ല. അതിനെപ്പറ്റി ഇന്ന് ആരോഗ്യമാണ് സമ്പത്ത് എന്ന വിഷയത്തെ പറ്റി സംസാരിക്കുന്നത് ഞങ്ങളൊക്കെ ഗ്രേറ്റ് ലീഡറായ എൻ്റെ ഏട്ടനുമായ നമ്മുടെ ചന്ദ്ര സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ കക്കട്ട് സ്വദേശിയാണ്. കോഴിക്കോട് ജില്ലയിൽ കക്കട്ട് സ്വദേശിയാണ്. മാഷായിരുന്നു. ഇപ്പൊ ഈ ബയോട്ടോറിയം വളരെ ആത്മാർത്ഥമായിട്ട് നെഞ്ചിലേറ്റി ശക്തമായി നല്ലൊരു ടീമിനെ നയിച്ച് മുന്നോട്ട് പോകുന്ന ചന്ദ്ര സാറിനെ വളരെയധികം ആദരവോടെ സ്നേഹത്തോടെ നമുക്ക് ക്ഷണിക്കാം. പ്ലീസ് വെൽക്കം ചന്ദ്ര സാർ. താങ്ക്സ് ശോഭാഗണം. വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുടുംബമാണ് നന്ദിന്ന് ഈ ഒരു സെക്ഷൻ ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയം ആരോഗ്യമാണ് സമ്പത്ത് എന്നതിനെ കുറിച്ചിട്ട് ഉള്ള കാര്യമാണ്. കുറച്ച് കാര്യങ്ങൾ പറയുന്നില്ല. അത് പറയുന്ന സമയത്ത് തന്നെ എന്റെ മനസ്സിലേക്ക് കഴിഞ്ഞ ദിവസം ഞാന് ഈ കനകമലയില് പോയ സമയത്ത് രമേശ് സാറോടൊപ്പം പോയ സമയത്ത് അവിടെ ഞങ്ങളൊരു രമേശ് സാറുടെ നിർദ്ദേശപ്രകാരം കുറച്ച് ബുക്കുകൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് മൗനമന്ദഹാസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിലെ ആദ്യത്തെ ഒരു കഥ വായിച്ചു എന്നതാണ്. 40ഓളം കഥകളുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ഒരു കഥ വായിച്ചപ്പോ ഒരു സെൻ ഗുരുവിന്റെ അടുത്തേക്ക് ഒരു സർവകലാശാല പ്രൊഫസർ വരികയാണ്. ഒരുപാട് ആളുകൾ അദ്ദേഹം ഡെയിലി സന്ദർശകരായിട്ട് എത്തും. അപ്പോ അപരിചിതനായിട്ടുള്ള ഇയാൾ വന്നപ്പോ ഈ സെൻ ഗുരു അയാൾക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പുമായിട്ട് പോവാണ്. ഇയാളെ മുമ്പിൽ നിന്ന് ആ കപ്പിലേക്ക് ഇയാൾ ഇങ്ങനെ ചായ ഒഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കപ്പ് നിറഞ്ഞിട്ട് ചായ ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രൊഫസർക്ക് മനസ്സിലാകുന്നില്ല ഇയാൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കപ്പ് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന സമയത്ത്
അയാൾ ഭയങ്കര അസ്വസ്ഥനായി. പ്രൊഫസർ പറഞ്ഞേ, ഗുരു, ആ കപ്പ് നിറഞ്ഞ് അതിങ്ങനെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഇനി ഒരു തുള്ളി പോലും അതിന്റെ ഉള്ളിലേക്ക് പോവില്ല. അതുകൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അപ്പോ ഗുരു മന്ദഹസിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയാണ്, ഇതാണ് ഞാനും ഉദ്ദേശിച്ചത്. കാരണം നിന്റെ മനസ്സ് മുഴുവൻ എന്ത് ചെയ്ത്, നിന്റെ ചിന്തകളും നിന്റെ അറിവുകളും കൊണ്ടൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ഇനി ഒരു തുള്ളി പോലും അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ പറ്റില്ല. അതുപോലെ ദിവസവും എന്ത് ചെയ്യുന്ന പറഞ്ഞാലേ, നമ്മുടെ ഈ തലച്ചോറിലേക്ക് ഒരുപാട് സാധനങ്ങൾ ഒഴിച്ചൊഴിച്ച് നമ്മളെ ഈ ടാങ്ക് മുഴുവൻ നിറഞ്ഞു കിടക്കുക എന്നതാണ്. അതുകൊണ്ട് ഇനി ഒരു സാധനം ഒഴിച്ചാൽ അതിൻ്റെ അകത്ത് കിടക്കൂല എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോ എല്ലാവരും എല്ലാ ദിവസവും എന്ത് ചെയ്യുന്ന നമ്മുടെ ടാങ്ക് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഈ ടാങ്ക് ക്ലിയർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും, അതിലൂടെ ശുദ്ധമായിട്ടുള്ള സാധനം പുറത്തേക്ക് വരുന്നതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതല്ലേ, ഈ ടാങ്കിൽ കിടക്കുന്ന എല്ലാ കച്ചറകളും എന്ത് ചെയ്യുന്നത് അത് അവിടെ തന്നെ കെട്ടിക്കിടക്കും. അപ്പൊ ഈ കച്ചറകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് ടാങ്ക് വൃത്തിയാക്കണം എന്ന് പറഞ്ഞത്. ടാങ്ക് വൃത്തിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മള് തലച്ചോറിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ തിന്നാൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ തലച്ചോറിന് തിന്നാൻ കൊടുക്കുന്ന സമയത്ത് നല്ല സാധനങ്ങൾ കൊടുക്കുക എന്നതാണ്. നല്ല സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് തലച്ചോറ് എന്ത് ചെയ്യും, അതിങ്ങനെ വികസിക്കാൻ തുടങ്ങും. തലച്ചോറിന് നല്ല ആരോഗ്യം വെക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പണ്ട് കാലത്ത് ആരോഗ്യത്തിന്റെ സമ്പത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ തന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാലേ, ഇപ്പൊ ഐൻസ്റ്റീൻ പറഞ്ഞില്ലേ, E=mc². എന്ന് പറഞ്ഞാല് എല്ലാം ഊർജമാണെന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരു ഊർജത്തിന്റെ കണങ്ങളാണ്. ആ ഊർജത്തിന്റെ ഈ കണങ്ങളെ ഊർജം നമുക്ക് എന്ത് ചെയ്യുന്ന നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ഉണ്ടാക്കാനും പറ്റില്ല. ഊർജത്തെ നമുക്ക്, അതാണല്ലോ സയൻസ് പറയുന്നത്, ഊർജത്തെ നമുക്ക് നശിപ്പിക്കാനും അതേപോലെ തന്നെ ഉണ്ടാക്കാനും കഴിയില്ലെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. അതിന് രൂപമില്ല, ഊർജത്തിന് രൂപമില്ല. അപ്പൊ വെള്ളത്തിന് രൂപം ഇല്ലാത്തത് നമുക്ക് ഈ ഊർജത്തിന് രൂപമില്ല. കാരണം അത് ഏതോ പാത്രത്തില് ഒഴിക്കുന്ന ആ പാത്രത്തിന്റെ രൂപം അത് കൈക്കൊള്ളുന്നില്ല. നിങ്ങളിപ്പോ ഒരു ചതുര പാത്രത്തിലാണ് ഒഴിക്കുന്നതെങ്കിൽ വെള്ളത്തിന്റെ രൂപം ചതുരായിരിക്കും. നിങ്ങളൊരു ഉരുണ്ട പാത്രത്തിലാണ് വെള്ളം ഒഴിക്കുന്നതെങ്കിൽ ആ പാത്രം ആ വെള്ളം ഉരുണ്ടതായി മാറുന്നില്ല. അപ്പം നമ്മളൊക്കെ തന്നെ എന്ത് ചെയ്തേ, ഓരോ രൂപങ്ങളാണ്, ഓരോ പാത്രങ്ങളാണ്, ഊർജത്തിന്റെ ഓരോ രൂപങ്ങളാണ്. എന്താ പറഞ്ഞാൽ ഈ യൂണിവേഴ്സിന്റെ ഭാഗമാണ് നമ്മൾ എന്നാണ് എന്ത് ചെയ്തത്. ഇപ്പൊ രമേശ് സാറിന്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ ആ ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഊർജമാണെന്നുള്ളതാണ്. അപ്പൊ ഇതിനൊരു താളം ഉണ്ടെന്നുള്ളതാണ്. ഈ ഒരു താളത്തെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിടയില് നമ്മുടെ യാത്രയില് എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതല്ലാണ്. ആ നഷ്ടപ്പെട്ടു പോയ സാധനത്തെയാണ് എന്ത് ചെയ്യുന്നത്, പണ്ട് നമുക്ക് കിട്ടിയിരുന്നുണ്ടായിരുന്നു. ഋഷിവര്യന്മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ അന്ന് ഒരുപാട് അവധൂതന്മാരുണ്ടായിരുന്നു. ഇപ്പോ യേശുക്രിസ്തു, നബി, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ആളുകള്, വിവേകാനന്ദനെ പോലെയുള്ള, അല്ലാതെ ശ്രീരാമകൃഷ്ണ പരമഹംസനെ പോലെയുള്ള ഒരുപാട് ആളുകള്, ഒരുപാട് അവധൂതന്മാരുണ്ടായിരുന്നതാണ്. ഒരുപാട് ജ്ഞാനികൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാല് ഈ ഇപ്പൊ ഒരു ഇയാള് ആരെന്ന് പറഞ്ഞാല് ഡയോജനിസ് പോലെയുള്ള ഒരുപാട് അവധൂതന്മാരുണ്ടായിരുന്നു. ഡയോജനിസ് ചെയ്തെന്താന്ന് പറഞ്ഞാല് പകൽ വെളിച്ചത്തില് അദ്ദേഹം ഒരു പ്രാന്തലുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പൊ ഈ ഡയോജനിസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ പകൽ വെളിച്ചത്തില് ഈ റാന്തലും പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ മനുഷ്യനെ അന്വേഷിച്ച് പോവാണെന്നില്ല. പകൽ വെളിച്ചത്തില് റാന്തലും കത്തിച്ചിട്ട് മനുഷ്യനെ അന്വേഷിച്ചിട്ട് പോവാണെന്നില്ല. അപ്പൊ അതാണ് അവധൂതൻ എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാല് അയാള് യഥാർത്ഥ മനുഷ്യൻ, മനനം ചെയ്യുന്നവരാണ് മനുഷ്യൻ എന്ന് പറയുന്നതല്ല. ആ മനുഷ്യകുലത്തെ സൃഷ്ടിക്കാനുള്ള, ഇപ്പൊ നമ്മൾ ഓരോ കള്ളികളിലാണെന്നല്ല, നമ്മളൊക്കെ പറന്നു വീഴുന്നത് ഓരോ മനുഷ്യ കുഞ്ഞുങ്ങളായിട്ട് പറന്നു വീഴുകയും
മനുഷ്യ കുഞ്ഞുങ്ങളായിട്ട് ജന്മം എടുക്കുകയും നമ്മൾ ഓരോ കള്ളികളിൽ വീണ് കിടന്നിട്ട് ആ കള്ളികൾ നമ്മളെ ആ സമുദായം നമ്മളെ ഹിന്ദു ആയിട്ടും മുസ്ലിം ആയിട്ടും ക്രിസ്ത്യാനിയായിട്ടും രൂപപ്പെടുത്തുകയാണ്. എല്ലാവരും എന്ത് ചെയ്ത് ഊർജത്തിന്റെ ഭാഗമാണെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടെന്നുള്ളതാണ്. ഈ ഊർജത്തെയാണ് എന്ത് ചെയ്യുന്നത്, ഈ രൂപമില്ലാത്ത ഒരു സാധനത്തെ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ മാറ്റി തീർത്തു എന്നുള്ളതാണ്. അത് ഇടയ്ക്ക് വെച്ച് സംഭവിച്ച കുറെ കാര്യങ്ങളിലൂടെ ആണത് വരുന്നെന്നുള്ളതാണ്. അപ്പം മനുഷ്യൻ ഈ പ്രകൃതിയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ആരോഗ്യമാണ് സമ്പത്ത് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനിടയിൽ ഈ അവധൂതന്മാരെന്താ ചെയ്യാന്നറിയോ? അവധൂതന്മാര് അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാലേ ഉദാഹരണമായിട്ട് അവരെത്തിയെത്തി കിടക്കും, അവര് എത്തിയെടുത്ത് കിട്ടുന്ന ഭക്ഷണം കഴിക്കും, അവരിങ്ങനെ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരാ. അവർക്ക് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് ഒരു മാമ്പഴം കിട്ടിയെന്ന് വിചാരിക്കുക. ആ മാമ്പഴം കിട്ടിയിട്ട് ആ മാമ്പഴം ഇയാൾ ഭക്ഷിക്കും. മാമ്പഴം തിന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഇതിന്റെ വിത്ത് ദൂരത്തേക്ക് വലിച്ചെറിയും. അത് നടുവൊന്നുമില്ല, അത് അവിടെ കിടന്നിട്ട് എന്ത് ചെയ്യുന്നാല് അത് മുളക്കാൻ തുടങ്ങും. അതിന്റെ വേരുകൾ മണ്ണിലേക്ക് പോകും. അതിന്റെ ശിഖരങ്ങളൊക്കെ എന്ത് ചെയ്ത് ആകാശങ്ങളിലേക്ക് ഇങ്ങനെ വളർന്നു വരും. അവധൂതന്മാർ അതാണ് ചെയ്യുന്നത്. ഓരോ വിത്തുകൾ ഇങ്ങനെ ഇട്ടിട്ട് പോകും. അത് സമൂഹത്തിന്റെ എന്താണ് പന്താവില് ഓരോ ദീപങ്ങളായിട്ട് ഓരോ മാർഗനിർദ്ദേശങ്ങളായിട്ട് ഇങ്ങനെ അവിടെയൊക്കെ ഉണ്ടാവും. പക്ഷെ ജ്ഞാനി എന്താ ചെയ്യാന്ന് പറഞ്ഞാല് ഈ മാമ്പഴം കിട്ടിക്കഴിഞ്ഞാല് അത് തുല്യമായിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഷെയർ ചെയ്യും. തന്റെ ചുറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നില്ല. അതാണ് നമ്മളെ രമേശ് സാറിനെ പോലെയുള്ള ആളുകള് നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല. ജ്ഞാനിയാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെ ഇല്ല ഒരു ഷെയറിങ് മനോഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ല, വലിയൊരു തലത്തിലേക്ക്. അപ്പൊ ആരോഗ്യമാണ് സമ്പത്ത് എന്നാണ് എന്ത് ചെയ്ത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതാണ് അല്ലേ? ഇപ്പൊ ഈ കൃഷിയൊക്കെ കണ്ടുപിടിച്ച രീതിയില് പണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നാല് ഈ എല്ലാം എന്ത് ചെയ്യുന്നാല് പെറുക്കികളായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പെറുക്കി എന്ന ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്ത് ചെയ്ത് വായിലെ പല്ല് എല്ലാം അവിടെ ഉണ്ടാവുമെന്ന് തോന്നില്ല. കാരണം അത്രയ്ക്ക് മൂല്യശോഷണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. കാരണം പ്രകൃതിയിലുള്ള ഭൂമിയിലുള്ള വിഭവങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് മനുഷ്യൻ പണ്ട് കാലത്ത് ജീവിച്ചു പോയിരുന്നതാണ്. അപ്പൊ പെറുക്കുക എന്നുള്ളത് അവന്റെ ജീവിത ഉപാധിയാണെന്നുള്ളതാണ്. അപ്പൊ ഭൂമിയിലുള്ള കൃഷിയൊന്നും കണ്ടെത്താത്ത ഒരു കാലത്ത് ഭൂമിയിലുള്ള വസ്തുക്കൾ പെറുക്കിയെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവൻ ജീവിച്ചു പോകുന്നത്. പെറുക്കുക എന്നുള്ളത് അവന്റെ ജീവിത ഉപാധി ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒരു കാലത്ത് പെറുക്കികളായിരുന്നു എന്നുള്ളതാണ്. ഇനി പെറുക്കി എന്നുള്ള വാക്കിൽ നിന്നാണ് തെണ്ടി എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. നമ്മളൊരിക്കൽ ഒരു കാലത്ത് എല്ലാം തെണ്ടികളായിരുന്നില്ല. ഈ വിഭവങ്ങളിൽ എന്ത് ചെയ്ത് പെറുക്കി തീർന്നപ്പോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവൻ തെണ്ടിക്കൊണ്ടാണ് യാത്ര ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവന്റെ ഉപജീവന മാർഗം കണ്ടെത്തിയെന്നില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് തെണ്ടി പെറുക്കി തെണ്ടിയുടെ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു എന്നില്ല. പിന്നീട് ഈ വിഭവങ്ങൾക്ക് എന്താണ് ദൗർബല്യം അല്ല എന്താണ് ഈ ആവശ്യത്തിന് കിട്ടാതെ വന്നപ്പോ അവരെന്ത് ചെയ്യുന്നത് ഈ യാത്രക്കിടയിൽ അവനിങ്ങനെ പ്രകൃതിയിലേക്ക് നോക്കുകയാണ്. പ്രകൃതിയിലേക്ക് നോക്കുന്ന സമയത്ത് അവൻ പണ്ട് ഭക്ഷിച്ച് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള എല്ലാ വിത്തുകളും മുളച്ചിട്ട് പുതിയ പുതിയ സാധനങ്ങളായിട്ട് കായ്ഫലങ്ങളായിട്ടൊക്കെ അവൻ കാണുകയാണ്. അങ്ങനെ കാണുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് അവന്റെ തലച്ചോറില് ന്യൂറോൺസിൽ മാറ്റം വരുന്നത്. അപ്പോഴാണ് നദീതീരങ്ങളില് എന്ത് ചെയ്ത് അവൻ കൊണ്ടുപോയിട്ട് ഈ വിത്തുകളൊക്കെ പെറുക്കി അവിടെ എന്ത് ചെയ്ത് കൃഷി ആരംഭിക്കുന്നില്ല. ആ കൃഷി ആരംഭിക്കുന്ന സമയത്ത് അവന്റെ ജീവിതത്തിന് ഒരു താളം ഉണ്ടായിരുന്നു, മണ്ണുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യം പഠിച്ചത് ആരോഗ്യമാണ് സമ്പത്ത് എന്നുള്ളതാണ്. കാരണം അന്ന് 6 മാസത്തിലൊരിക്കല് വയറിളക്കം, ഉഴിച്ചല്, പിഴിച്ചല്, എണ്ണ തേച്ച് കുളി, കർക്കിടക കഞ്ഞി തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങള്, വ്രതാനുഷ്ഠാനങ്ങള്, തിങ്കളാഴ്ച വ്രതം, ബുധനാഴ്ച വ്രതം, ശനിയാഴ്ച വ്രതം, ഇങ്ങനെ നിരവധി വ്രതാനുഷ്ഠാനങ്ങള് എല്ലാ മതങ്ങളിലും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ തലങ്ങളിലും ഉണ്ടായിരുന്നതാണ് സമൂഹത്തിലുള്ള. കാരണം നമ്മുടെ പൂർവികൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാല് ദ്രവീഡിയൻസ് ആണല്ലോ അല്ലേ? ആര്യന്മാർ അതിനുശേഷമാണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്ന കാർഷിക രാജ്യമാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. കൃഷിയായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സമൂഹം ഉയർന്നു വരുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിൽ ആണ് എന്ത് ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഉയർന്നു വരുന്നതിലാണ്. അങ്ങനെയുള്ള ആ ഒരു ജനത
എന്ന് പറഞ്ഞാല് അന്നത്തെ ഈ സിസ്റ്റത്തെ കുറിച്ചൊക്കെ പറയുന്നത് അഴുക്കുചാൽ സിസ്റ്റങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന ഹിസ്റ്ററിയില് അത്ര ഇന്നത്തെക്കാൾ എത്രയോ മനോഹരമായിരുന്നതാണ്. നമ്മൾ ആ ഒരു സിസ്റ്റത്തെ കുറിച്ചിട്ട് പറഞ്ഞു. ആ സിസ്റ്റങ്ങളൊക്കെ ഇന്ന് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമുക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. പറഞ്ഞു തന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു താളം നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചിട്ട്. അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ പണ്ടത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാലേ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അന്നൊരു ഭക്ഷണക്രമം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മള് ഈ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് 12 മാസത്തില് നമ്മൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല എന്നുള്ള കൃത്യത ഉണ്ടായിരുന്നു. നമ്മൾ മാംസബുക്കല്ല, നമ്മൾ എന്ത് ചെയ്യുന്നല്ലേ ശരിക്കും എന്ത് ചെയ്യുന്ന സസ്യബുക്കുകളാണ് നമ്മൾ. അത് തന്നെ അന്ന് ഈ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ആണല്ലോ പണ്ട് നമ്മൾ ജീവിച്ചത്. അപ്പോ ചക്കയും മാങ്ങയും മുമ്മാസം, താളും തകരയും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം, ചേമ്പും ചേനയും മുമ്മാസം, അങ്ങനെ 12 മാസത്തെ 12 മാസത്തില് നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചക്കയും മാങ്ങയും 3 മാസം അതായിരുന്നു നമ്മുടെ ആ പ്രകൃതി അതിനനുസരിച്ച് ഒരുക്കിക്കൊണ്ടിരും. ചേമ്പും ചേനയും 3 മാസം, താളും തകരയും 3 മാസം. എന്തോ ചെറിയ മിസ്റ്റേക്ക് എന്താ അവരെ എന്ത് ചെയ്തേ അങ്ങനെയും ഇങ്ങനെയും 3 മാസം. അപ്പോ ഇങ്ങനെ കൃത്യമായിട്ട് 12 മാസത്തിലുള്ള എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടിയായിരുന്നു നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് 10 ഇലകൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കർക്കിടകത്തില്. ഓരോ സമയത്തും കൃത്യമായിട്ടുള്ള ഇലകളൊക്കെ തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഫൈബർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മള് അന്ന് കഴിച്ചിരുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് തവിട് കൂടിയ അരിയൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തവിട് കൂടിയ അരി ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഉള്ള സാധനമാണ് എന്ത് ചെയ്യുന്നത് തവിട് എന്ന് പറയുന്നത്. അന്ന് ഈ നെല്ലൊക്കെ കുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ തവിട് എടുത്തിട്ട് അതിൽ വെല്ലവും ചേർത്തിട്ട് കഴിക്കുമായിരുന്നില്ല. അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇപ്പൊ നാവിൻ തുമ്പില് പോയിട്ടില്ല എന്നുള്ളതാണ്. ഓർമ്മിക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് അതിന്റെ ടേസ്റ്റ് നമ്മളൊക്കെ അനുഭവിക്കുന്നില്ല. ഇന്നത്തെ തലമുറക്ക് അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല ഒരുപാട് ഫൈബർ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മുടെ ഉള്ള് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ചില ഫൈബർ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഡൈജഷൻ നടക്കാത്ത ചില ഫൈബറുകളുണ്ട്. ഇപ്പൊ മാമ്പ്, അതുപോലെ തന്നെ ഉണ്ണിക്കാമ്പില്ലേ, ഉണ്ണിക്കാമ്പ് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് മുറിച്ചിട്ട് കഴിഞ്ഞാൽ അത് ചൂലിന്റെ പണിയാണ് നമ്മുടെ ശരീരത്തിൽ എടുക്കുന്നത്. ഇത് നമ്മൾ അന്നനാളത്തില് ഉള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളെയും തുടച്ച് വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുന്ന പുറത്ത് കളയുന്നതാണ്. അതാണ് ഈ ഫൈബറിന്റെ പ്രത്യേകത. ചില ഫൈബറുകൾ എന്ത് ചെയ്ത് ഡൈജഷൻ നടക്കാത്ത ചില ഫൈബറുകളുടെ ജോലി അതാണെന്നുള്ളതാണ്. ചില ഫൈബറുകൾ എന്ത് ചെയ്ത് ഡൈജഷൻ നടക്കുന്ന ഫൈബർ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കും, നന്നായിട്ട് അധ്വാനിക്കും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. കളരി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. അപ്പൊ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മുടെ ഈ ചര്യ എവിടെ വെച്ചോ എന്ത് ചെയ്ത് ബ്രേക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ആയുർവേദത്തെ എന്ത് ചെയ്ത് മാറിയിട്ട് ഇതിലേക്ക് വന്നതോടുകൂടി അലോപ്പതിയിലേക്ക് വന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ ജീവിതക്രമത്തില് മാറ്റം പറ്റി എന്ന് പറഞ്ഞാല് ആരോഗ്യമാണ് സമ്പത്ത് എന്ന സ്ഥാനത്തേക്ക് നമ്മൾ എന്ത് ചെയ്ത് വിദ്യാഭ്യാസം ആണ് എന്ത് ചെയ്ത് പ്രധാനം, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വന്നതോടുകൂടി എന്ത് ചെയ്ത് നമ്മൾ 2 നേരം കുളിക്കും, കുറിതൊടും, ശുഭവസ്ത്രം ധരിക്കും, ഒരു മാലിന്യ ടാങ്കും കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി എന്നല്ല. അതോടുകൂടി എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മളെ എന്ത് ചെയ്ത് പണ്ടില്ലാത്ത എല്ലാ അസുഖങ്ങളും നമ്മളിലേക്ക് വന്നു ചേർന്നു എന്നതാണ്. കാരണം ഈ നമ്മളൊരു ഭക്ഷണം കഴിച്ച് ദഹിക്കേണ്ടിരിക്കേണ്ട തന്നെ എന്ത് ചെയ്യണം, ഒരുപാട് ഫ്രീ റാഡിക്കൽസ്. ഇതൊരു ഇപ്പൊ അസിഡിറ്റി ഒക്കെ വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഈ കുടൽ എന്ന് പറയുന്നത്, ഇപ്പൊ കുടല് നന്നായാല് ഉടല് നന്നായിരുന്നു പണ്ട് കാലത്തെ ആളുകൾ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ നമ്മള് ഈ പൊരിച്ച കോഴിയുടെ കഷ്ണമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നാൽ ഒരു മില്ലിലിട്ട് കഴിഞ്ഞാൽ അത് പൊടിയായിട്ട് കിട്ടും. നേരെ മറിച്ച് അത് ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാലോ ഒരു 5 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യുന്നാല് അത് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അത് എന്ത് ചെയ്ത് പല ഭാഗങ്ങളിലേക്ക് ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ ഭാഗങ്ങളിലേക്ക് അത് എത്തിച്ചോണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നാല് ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നാല് ഈ വെള്ളം കൂടെ കൊടുക്കും അല്ലെ, ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ വെള്ളം കൂടെ കൊടുക്കും. അപ്പൊ ഈ തീയിലേക്ക് വെള്ളം ഒഴിക്കുന്ന പോലെയാണ് ഈ ദഹനരസത്തിന് ജഠരാഗ്നി എന്ന് പറയില്ലേ, ഈ ജഠരാഗ്നിക്ക് വലിയ പവറാണ്. ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ശരിക്ക്. ഇതെന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഇതിനെ പറ്റിയെല്ലാം ചിന്തിക്കുന്ന സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മുടെ ആ
സാധനം എടുത്തിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്ത് അത് ചോർന്ന് പുറത്തേക്ക് പോകുന്നില്ലാണ്. അങ്ങനെയുള്ള ഒരു സാധനമാണ് എന്ത് ചെയ്യുന്നത് ദഹനരസം എന്ന് പറയുന്നത്. ഈ ദഹനരസത്തിലേക്ക് ഉള്ളിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഇട്ട് കൊടുക്കുമ്പോ ഡൈജഷൻ നന്നായിട്ട് നടക്കും. നേരെ മറിച്ച് ആ വെള്ളം കൂടെ കൊടുക്കുന്ന സമയത്തോ ഈ സാധനം അവിടെ കിടന്നിട്ട് എന്ത് ചെയ്ത് പൂർണ്ണമായിട്ടും ഡൈജഷൻ നടക്കൂല. പൂർണ്ണമായിട്ടും ഡൈജഷൻ നടക്കാത്ത സാധനങ്ങൾ അവിടെ കിടന്ന് പഴകാൻ തുടങ്ങും. പഴകിയ സാധനത്തിന് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഗ്യാസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതിനാല് ഈ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്ത് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഫോം ചെയ്യപ്പെടും. അപ്പൊ എന്ത് ചെയ്ത് അത് ആമാശയത്തിന്റെ ഭിത്തികളിൽ കോറൽ ഉണ്ടാക്കും. ഈ കോറലുകളാണ് എന്ത് ചെയ്ത് പുണ്ണായിട്ടും മറ്റു പല അസുഖങ്ങളായിട്ടും വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ അരമണിക്കൂർ ശേഷം ആ വെള്ളം കഴിക്കാൻ പാടുന്നില്ല. നിങ്ങള് പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി. ഒരു മൃഗവും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് വെള്ളം കുടിക്കാറില്ലെന്നുള്ളതാണ് അല്ലെ. ആനയൊക്കെ എന്താന്ന് പറഞ്ഞാല് ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് കിലോമീറ്റർ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ആനത്താരകൾ എന്താണ് തേടി പോവാണെന്നുള്ളതാണ്. അപ്പൊ ആടെ പോയിട്ടാണ് വെള്ളം കുടിക്കുന്നതാണ് ഒരു ജീവജാലം കഴിക്കുന്നത്. മനുഷ്യൻ ഒഴിച്ചിട്ട് അല്ലെ മനുഷ്യൻ വളർത്തുന്ന മൃഗം ഒഴിച്ചിട്ട് വേറെ ഒരു സാധനം എന്ത് ചെയ്യുന്നതിനാല് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മാത്രം അത് ചെയ്യുന്നില്ലാണ്. ഇതൊക്കെ ജീവിതത്തില് വന്ന ഒരുപാട് മാറ്റങ്ങൾ. മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നതിനാല് ഈ മണ്ണിൽ ചവിട്ടി നടക്കുന്ന സമയത്ത്, കാരണം ഈ മണ്ണ് കൊണ്ടാണല്ലോ, ഊർജം കൊണ്ടാണല്ലോ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം അല്ലെ, പഞ്ചഭൂതങ്ങൾ കൊണ്ട് പണ്ട് എന്ത് ചെയ്തെന്നാല് ഇപ്പം മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും, മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിൽ തെരിയും കൊളുത്തി ദണ്ഡപ്പെടുമൊരു ദൈവതയിങ്കൽ നിന്നൻ പിണ്ടത്തെ അമൃതം നൽകി വളർത്തിയ ശംഭു എന്നാ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാല് മണ്ണ്, ജലം, കനല്, അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം, കാറ്റ്, ഇത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നാല് ഒരു അറയിലിട്ട് അതിന് അത് തീയിലിട്ട് എന്താണ് ശരിക്ക് ഫോം ചെയ്തെടുത്ത് അതിന് അമൃതം നൽകി ജീവൻ നൽകിയിട്ട് ഇങ്ങനെ വിട്ടുതിരിക്കുന്നേ. മണ്ണെന്നാ ഇപ്പൊ ബൈബിള് പറയുന്നല്ലേ, മണ്ണില് എന്നാണ് മണ്ണ് കൊണ്ട് മണ്ണ് കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടെന്നല്ല, മണ്ണിൽ നിന്നാണ് ശരിക്കും വന്നിരിക്കുന്നത്. ഇത് ഊർജ്ജാണെന്നുള്ളതാണ്. മനസ്സിലല്ലേ? ഈ മണ്ണെന്ന് പറയുന്നത് ഊർജ്ജാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മണ്ണിൽ ചവിട്ടി നടക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ എനർജി ഫോം ചെയ്യപ്പെടുന്നു. നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞ ഈ മോട്ടർ ചലിക്കണമെങ്കിൽ എന്ത് ചെയ്യണോ? നമ്മൾ ഇതുവരെ വിശ്വസിക്കുന്നത്, നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച എന്താണ്, നമ്മുടെ തലമുറയൊക്കെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഊർജ്ജമാണ് നമ്മളെ ഇതിനെ എന്ത് ചെയ്ത് കമ്പനം ചെയ്യിക്കുന്നില്ലാണ് അല്ലെ, എനർജി കൊടുക്കുന്നില്ലാണ്. പക്ഷെ ഈ ഭൂമിയുടെ എനർജിയാണ് എന്ത് ചെയ്ത് നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കുന്നതെന്ന് ഇപ്പൊ അടുത്ത കാലത്താണ് നമ്മൾ എന്ത് ചെയ്ത് മനസ്സിലാക്കി തുടങ്ങിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജപ്പാനിലൊക്കെ തന്നെ എന്ത് ചെയ്ത്, നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ എന്ത് ചെയ്ത് വളരെ നേരത്തെ അവരെന്ത് ചെയ്യുന്ന ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ്. ആദിവാസി സമൂഹങ്ങളൊക്കെ തന്നെ നേരത്തെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്ത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ഇന്ന് എന്ത് ചെയ്ത് വീണ്ടും തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് എന്ത് ചെയ്ത് നമ്മൾ ഈ ഒരു സ്ഥാനം എടുക്കുന്നില്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നാല് ഭൂമിക്കടിയിലുള്ള സാധനത്തെ എന്ത് ചെയ്യുന്നാല് കുത്തിപ്പറച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ടൈല് പതിച്ച എന്ത് ചെയ്ത് മണ്ണില് ടൈല് പതിച്ച സ്ഥലങ്ങളിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് നമ്മുടെ സെക്കൻഡ് ഹാർട്ടാണ് എന്ത് ചെയ്യുന്നത്, കാലും കയ്യും എന്ന് പറയുന്നത് സെക്കൻഡ് ഹാർട്ടാണ്. എല്ലാ നാഡി ഞരമ്പുകളും എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മളെ ഇതിലൂടെയാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. എല്ലാ അവയവങ്ങളും എന്ത് ചെയ്ത് ഇതുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ചവിട്ടി നടക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് ആ ഓരോ നെർവിലൂടെ എന്ത് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൽ കയറുകയാണ് അല്ലേ. അപ്പൊ ഈ ടൈലിന്റെ മുകളിൽ നടക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, ഈ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ടൈലിന്റെ മുകളിൽ ചവിട്ടുന്ന സമയത്ത് ഈ കെമിക്കൽ എന്ത് ചെയ്യുന്ന നമ്മുടെ ശരീരം ഇങ്ങനെ വലിക്കാൻ തുടങ്ങും. വലിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, വേദന, കടച്ചല്, പുകച്ചല് ഇതൊക്കെ വരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ സംഭവിക്കുന്നത് നമുക്ക് അവന്റെ ചെരുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങേണ്ടി വരുന്നതാണ് അല്ലെ. ടൈലിന്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നടക്കുന്ന സമയത്ത് ഈ കെമിക്കല് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചെരുപ്പ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ടൈലിന്റെ മുകളിൽ ചെരുപ്പ് ചവിട്ടിയില്ലെങ്കിൽ നമുക്ക് വേദനിക്കുന്നതാണ് അല്ലെ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് മെല്ലെ എന്ത് ചെയ്ത് കക്കൂസിനെ ഒന്ന് ഉയർത്താൻ തുടങ്ങി അല്ലെ. ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് അമർന്നിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, മസിൽ പ്രസ്സിങ്ങിലാണ് ശരിക്കും മോഷൻ ഒക്കെ
നടക്കേണ്ടതെന്നതാണ്. പണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത ചമ്മറം പടിഞ്ഞിരുന്നിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ആ രീതിയിലൊക്കെയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ കക്കൂസിനെയൊക്കെ പൊക്കിയ സമയത്ത് എന്ത് ചെയ്തേ, നമ്മള് ശരിക്കും മസിൽ പ്രസ്സിങ്ങിലാണ് ശരിക്കും മോഷൻ നടക്കേണ്ടത്. പക്ഷെ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഇപ്പൊ നമ്മൾ കസേലയിൽ ഇരുന്നിട്ട് വളരെ സുഖമായിട്ടിരിക്കുന്ന സമയത്ത് മസിൽ പ്രസ്സിങ് ഇല്ല, ഫൈബർ ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മിങ്ങനെ മുക്കുന്ന സമയത്താണ് പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമ്മൾ മൺകലം മാറ്റിയിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, അലൂമിനിയം കൊണ്ടുവന്നപ്പോ എന്ത് ചെയ്യുന്നത്, ഈ അലൂമിനിയം വെള്ളത്തില് അലൂമിനിയം ചൂടാക്കി കഴിയുന്ന സമയത്ത് ആ സൾഫേറ്റ് ഇല്ലേ, അലൂമിനിയം ഓക്സൈഡ് ഇതായിട്ട് കലരുകയാണ്, വെള്ളത്തിൽ കലരുകയാണ്. അപ്പൊ അത് കഴിക്കുന്ന ആ വെള്ളം കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമ്മുടെ മെമ്മറി പോലും നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാല് കുത്തു വീണ അലൂമിനിയം, ഇപ്പൊ നിങ്ങൾ കുറെ ദിവസം ഒരു അലൂമിനിയം പാത്രത്തിൽ വെള്ളം ചൂടാക്കി കഴിയുമ്പോൾ എന്ത് ചെയ്ത് അവിടെ ഒരു കുറെ കുത്തുകൾ കാണാം. അവിടെ നേരത്തെ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, മെമ്മറി ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഇപ്പൊ നിങ്ങൾ കുത്തു വീണ അലൂമിനിയം കക്കൂസിൽ പോലും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അത്രയും ഭീകരമാണ് സാധനം എന്നുള്ളതാണ്. അതേപോലെ തന്നെ പണ്ട് കാലത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇന്ന് നമ്മള് കൊളസ്ട്രോൾ, എല്ലാവർക്കും കൊളസ്ട്രോൾ ഇങ്ങനെ കൂടി വരികയല്ലോ. അപ്പം പണ്ട് കാലത്ത് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനം ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം അതിന്റെ പ്രധാന കാരണം ഇന്ന് നിങ്ങൾ പഴയ വൈദ്യന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാല് കൊളസ്ട്രോളിന് മരുന്ന് അന്വേഷിച്ചു കഴിഞ്ഞാല് വൈദ്യം പറയും, ഇനി നിങ്ങൾ എന്ത് ചെയ്യണ്ട, കൊളസ്ട്രോളിന് മരുന്നൊന്നും കുടിക്കണ്ട കേട്ടോ. നിങ്ങളുടെ വീട്ടില് തേങ്ങ ചെറിയ ചിരട്ട ഉണ്ടല്ലോ, ചിരട്ട ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അത് പൊട്ടിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാല് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല എന്നാ പറഞ്ഞു. പണ്ട് കാലത്ത് ആർക്കും അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് പണ്ട് ചായക്കൊരു കയ്യിലുണ്ടായിരുന്നു, ചോറിനൊരു കയ്യിലുണ്ടായിരുന്നു അല്ലേ, അപ്പോ കറിക്കൊരു കയ്യിലുണ്ടായിരുന്നു. ഓരോന്നും വ്യത്യസ്തമായ കയ്യിലാണ്, എല്ലാം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഈ ചിരട്ട കയ്യില് നമ്മള് ഈ തിളച്ച വെള്ളത്തിൽ മുക്കുന്ന സമയത്ത് എന്ത് ചെയ്ത്, ഈ ചിരട്ടയുടെ സത്ത് ഭക്ഷണത്തിലൂടെ വെള്ളത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ആർക്കും കൊളസ്ട്രോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയോ അതൊക്കെ എന്ത് ചെയ്ത് നമുക്ക് പ്രശ്നങ്ങളായിട്ട് മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പഴയതിലേക്ക് തിരിച്ചു വരികയാണ് അല്ലെ. ഇപ്പൊ ഫ്രീക്വൻസ് നമ്മുടെ ന്യൂ ജനറൽ കാണില്ലേ, നിങ്ങള് പണ്ടൊക്കെ മുടിയൊക്കെ വെട്ടുന്ന ഈ കിണ്ണമൊക്കെ വെച്ചിട്ടാണ്, ആ ഒരു തരത്തിലേക്കാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ചാക്രികമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ എന്ത് ചെയ്ത് ഒരു സൈക്കിളിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ കുറെ കാലം ഇത് ഇങ്ങനെ നിലനിന്ന് അത് മറ്റൊരു സൈക്കിളിലേക്ക് ഇങ്ങനെ പോകും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതിനാല് ആരോഗ്യം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഒരു യാത്രയിലാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമുക്കിത് കിട്ടിയിരിക്കുന്നതല്ല, നമ്മുടെ ബയോട്ടോറി എന്ന് പറഞ്ഞ സാധനം കിട്ടിയിരിക്കുന്നതാണ്. ആ മണ്ണിൽ നിന്ന് എന്തൊക്കെയാണോ നമുക്ക് നേരത്തെ കിട്ടേണ്ടത് അതൊക്കെ നമുക്കിന്ന് കിട്ടുന്നതാണ്. ഇപ്പൊ ഈ ടൈലും മാർബിളും തുടങ്ങിയ സാധനങ്ങളൊന്നും കൊത്തിപ്പറിച്ചിട്ട് നമുക്കിനി മണ്ണിൽ കിടക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു പകരക്കാരനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു പകരക്കാരനായിട്ടാണ് നമുക്ക് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്, ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്ത ഈ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പൊ മണ്ണിന് എന്തൊക്കെയാണോ കിട്ടേണ്ടത് അതൊക്കെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബെഡിലേക്കും റിസ്റ്റ് ബാൻഡിലേക്കും വാട്ടർ ഇതിലേക്കും കൊണ്ടുവന്നുള്ളതാണ്. അതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിടക്കുമ്പോ മണ്ണിൽ കിടന്ന് കിട്ടുന്ന ഒരുറക്കം നമുക്ക് ഇതിലൂടെ സുഖമായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിന് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് കട്ടി കൂടിയത് കാരണം നമ്മൾ ഉണ്ടാക്കി തീർത്തതാണ്. ഇരുമ്പിന്റെ അതിപ്രസരത്തില് ഈ മോട്ടറും കോൽക്കിണറും പൈലിംഗ് ഒക്കെ ചെയ്തപ്പോ ഭൂമിയിലുള്ള വെള്ളത്തിന് കട്ടി കൂടി എന്നുള്ളതാണ്. ഈ കട്ടി കൂടിയ വെള്ളത്തെ കട്ടി കുറച്ചിട്ട് നമ്മുടെ കോശങ്ങളെ ന്യൂട്രീഷൻസ് ആക്കിയിട്ട് നമ്മളെ കൊണ്ട് കഴിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നതാണ്. ഇത് ചെറിയൊരു തുടക്കാണ്. ഇപ്പൊ രമേശ് സാറ് പറഞ്ഞ പോലെ ഇത് നാളെ ഒരു 10 ലക്ഷത്തിലേക്കും അത് എന്ത് ചെയ്ത് ഒരു ലോകം മുഴുവനും എത്തേണ്ട ഒരു സാധനമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതാണ്. കാരണം രോഗങ്ങളില്ലാത്ത ഒരു സമൂഹത്തെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ലോകം മുഴുവൻ സന്തോഷം പകരുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പോവാന്നുള്ളതാണ്. അത് വളരെ പെട്ടെന്നാണ് ഇതിന്റെ എന്ത് ചെയ്ത് മാറ്റങ്ങൾ ഇനി ഉണ്ടാകാൻ പോകുന്ന സമൂഹത്തിന്. അത് ചില്ലറ മാറ്റങ്ങളല്ല, എല്ലാ രീതിയിലും മാനസികവും സാമ്പത്തികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള എല്ലാ രീതിയിലും മനുഷ്യനെ എന്ത് ചെയ്ത് ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്ത് ചെയ്ത്
ഒരു പുതിയ ഒരു സംസ്കാരത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ അതിന്റെ ഒരു വലിയൊരു പകർപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ബയോട്ടറത്തെ എല്ലാവരും എന്ത് ചെയ്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ, വെള്ളത്തിൽ മത്സ്യം സഞ്ചരിക്കുന്ന പോലെ എല്ലാ ജനങ്ങൾക്കിടയിലും സഞ്ചരിച്ചുകൊണ്ട് ഒരു അവബോധം നൽകിക്കൊണ്ട്, ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു അവയർനെസ് നൽകിക്കൊണ്ട് എല്ലാ ജനങ്ങളിലേക്കും ഇത് എത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു സർ, താങ്ക് യു. ആരോഗ്യമാണ് സമ്പത്ത് എന്ന വിഷയത്തെ പറ്റിയിട്ട് പിന്നെ കുറെ അവധൂതന്മാരൊക്കെ അതിന്റെ ഇടയിൽ കയറി വന്നിട്ടുണ്ട്. പഴയ കുറെ കാര്യങ്ങളിലേക്ക് നമ്മളെ ചന്ദ്ര സാർ കൊണ്ടുപോയി. അപ്പോ അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാണ്. താങ്ക് യു സർ. നമുക്കറിയാം ആരോഗ്യമാണ് സമ്പത്ത്. നമ്മളെ ജീവിത ശൈലി മാറിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും രോഗങ്ങൾ വന്നിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരു മുറുക്കാൻ പെട്ടിയായിരുന്നു നമ്മളെ വീട്ടിലെങ്കിൽ ഇന്നൊരു മെഡിസിൻ ബോക്സ് ആണ് എല്ലാ വീടുകളിലുണ്ട്, ഡൈനിങ് ടേബിൾ ഉള്ളത്. അപ്പോ നമ്മളെ ജീവിത ശൈലി മാറിയതാണ് നമ്മളെ രോഗത്തിന് കാരണം. അപ്പൊ നമ്മൾ ജീവിത ശൈലി മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ചന്ദ്രൻ സാർ ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് ഇനി നമ്മള് ഈ ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറിനെ വളരെയധികം ആദരവോടെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം മനോജ് സാർ. ഓക്കെ താങ്ക് യു ശോഭ മാഡം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേടുകയാണ്. ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചന്ദ്രൻ മാഷാണ് സംസാരിച്ചത്. സബ്ജക്ട് തന്നെ ആരോഗ്യമാണ് സമ്പത്ത്, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ നമ്മളെ പുതിയ ഭാഷയിൽ ഉച്ചരിക്കുന്ന ആരോഗ്യത്തിന്റെ ഒരു പഴയ തിരനോട്ടമാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. എല്ലാവരും വേറെ എന്തൊക്കെയോ പ്രതീക്ഷയുണ്ടായിരിക്കും ഈ സദ്യ ഉണ്ണാൻ വേണ്ടി വന്നിട്ടുണ്ടാകുക. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച വിഭവങ്ങളൊന്നും കിട്ടിക്കാണില്ല. കുഴിമന്തിയോ അല്ലെങ്കിൽ ബിരിയാണിയോ ഒന്നും കിട്ടിക്കാണില്ല. ഒരു പ്രത്യേക തരത്തിലുള്ള സംവാദമായിരുന്നു ഇന്ന് ചന്ദ്രമാഷിന്റെ ആരോഗ്യമാണ് സമ്പത്തിനെ കുറിച്ച് സംസാരിച്ചത്. ഒരുപക്ഷെ പുതിയ തലമുറകൾക്ക് ഇതെല്ലാം കേട്ടറിവ് മാത്രമായിരിക്കും, നമ്മുടെ പേരക്കുട്ടികൾക്കൊക്കെ കേട്ടറിവ് മാത്രമായിരിക്കും. പക്ഷെ മിക്കവാറും ബയോട്ടോറിയത്തിലുള്ളവരെല്ലാം തന്നെ അല്പം പ്രായവും പക്വതയുള്ള ആളുകളായതുകൊണ്ട് ഇവർക്ക് പലരും ഇത് അനുഭവിച്ചറിഞ്ഞ ആളുകളാണ്. ചന്ദ്രമാഷ് സംസാരിച്ച ഓരോ വാക്കുകളും മനുഷ്യ ജന്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ ആ സൃഷ്ടിയെക്കുറിച്ച് തന്നെ അദ്ദേഹം ഇവിടെ സംസാരിക്കുകയുണ്ടായി. വനാന്തരങ്ങളിലൂടെ മണ്ണിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മനുഷ്യർക്ക്. ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്നവരായിരുന്നില്ല മനുഷ്യര്, സഞ്ചാരപ്രിയരായിരുന്നു. അതാണ് ഇപ്പോഴും നമുക്ക് സഞ്ചാരം ഇഷ്ടം അല്ലെ. എപ്പോഴും നമുക്ക് ടൂറ് പോകാനും പല സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റപ്പ് ഉണ്ടായത് അതുകൊണ്ടാണ്. മനുഷ്യരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു എന്നുള്ളത്. അപ്പൊ വളരെ കൃത്യമായിട്ട് ചന്ദ്രമാഷ് അത് വരച്ചു കാണിച്ചു. നല്ലൊരു ചിത്രം വരക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീടാണ് നദീതീരങ്ങളിൽ മനുഷ്യര് സഹവാസം തുടങ്ങിയത്. മനുഷ്യരുടെ പ്രത്യേകത ഒറ്റക്ക് താമസിക്കില്ല, കൂട്ടത്തോടെ ആണ് താമസിക്കുക. ഇപ്പോഴും നമുക്കറിയാം, നമ്മളൊരു വീട് പണിയുന്ന സ്ഥലത്ത് അല്ലെ അടുത്തടുത്ത് വീടുകളുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവിടെ നമ്മൾ സ്ഥലം വാങ്ങിക്കുള്ളൂ. അപ്പോ ഒരു കൂട്ടത്തോടുള്ള വാസങ്ങൾ തുടങ്ങി. അതിനുള്ളൊരു താളം ഉണ്ടായിരുന്നു, ഒരു രൂപം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം പ്രകൃതി സൃഷ്ടിച്ചെടുത്ത ആ കാലത്തെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ വിവരിച്ചത്. പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിച്ചുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മൾ കൃഷി ചെയ്ത് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ ഏതെല്ലാം രീതിയിൽ 3 മാസത്തും കൂടുമ്പോഴുള്ള ഭക്ഷണക്രമം, ചക്കയും മാങ്ങയും ഇല്ലേ, താളും ചേമ്പും തകരയും ഇല്ലേ, എല്ലാം അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പഴയ കാലത്ത് ഒന്നുമില്ലാത്ത ആളുകൾക്ക് പോലും ഭക്ഷണം കഴിക്കാൻ യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അവർ പാടത്തും പറമ്പിലൊക്കെ ഓടി നടന്ന് എന്തെങ്കിലും ആയിട്ട് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവരുമായിരുന്നു. അതുപോലെ കപ്പയും ഇല്ലേ, പിന്നീട് കപ്പ വന്നു. അപ്പൊ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ആഹാരങ്ങൾ. അതുപോലെ തന്നെ നെല്ല് അവനവന്റെ പാടത്ത് കൃഷി ചെയ്ത് അവനവന്റെ വീട്ടിൽ തന്നെ അത് പുഴുങ്ങി ഉണക്കി അവനവന്റെ വീട്ടിൽ തന്നെ നെല്ല് കുത്തുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്ന് നെല്ലെന്താണെന്ന് ചോദിച്ചാൽ പുതിയ തലമുറക്ക് അറിയില്ല. മനസ്സിലായ? അരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പുതിയ തലമുറക്ക് അറിയില്ല. അതാണ് സ്ഥിതി. ഈ അരി എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ചോദിച്ചാൽ അതറിയില്ല. അറിയാത്ത ആളുകളുണ്ട് ഇപ്പൊ പലരും. നെൽപ്പാടങ്ങൾ കാണാത്ത ആളുകളുണ്ട് ഓരോ സ്ഥലങ്ങളിലും.
അനുസരിച്ചിട്ട്. അപ്പൊ ആ നെൽപ്പാടങ്ങളും ആ കൃഷിയും ഇല്ലേ, വീട്ടിൽ കൊണ്ടുവന്ന് നെല്ല് കുത്തുന്ന ആ സമ്പ്രദായം, കറ്റ മെതിക്കുന്ന സമ്പ്രദായം ഇല്ലേ, ഇതൊക്കെ നമ്മൾ ശീലിച്ച ആളുകളാണ് പഴയ ആളുകൾ. അപ്പൊ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുമ്പോൾ നമ്മൾക്ക് അന്ന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ചില സാംക്രമിക രോഗങ്ങൾ അന്ന് വന്നിരുന്നു, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് സാംക്രമിക രോഗങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കൊറോണ വന്നിട്ട് കോടിക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് പോയത് അല്ലെ. അപ്പൊ അന്നും ആ കാലത്ത് അതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഉള്ള ആളുകൾ എന്തായിരുന്നു, ഹെൽത്തി ആയിരുന്നു. ഇതുപോലത്തെ ഹെൽത്ത് ഇഷ്യൂസ് അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അന്ന് പ്രസവം നടന്നിരുന്നത് വീടുകളിലായിരുന്നു അല്ലെ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരെയും പ്രസവിച്ചത് വീട്ടിലായിരിക്കും, ഒരു സംശയവും വേണ്ട അല്ലെ. ആശുപത്രി പ്രസവിച്ചവർ ഇന്നത്തെ തലമുറകളാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാം ഭംഗിയായിട്ട് ആ പ്രകൃതി തന്നെയാണ് നമ്മളെ ഏറ്റെടുത്ത് സംരക്ഷിച്ചു കൊണ്ടുപോയിരുന്നത്. അതാണ് പ്രകൃതി ശക്തി, അതാണ് ദൈവം എന്ന് പല രീതിയിൽ പിന്നീട് ഓരോ ആളുകളും സ്വാർത്ഥ ചിന്താഗതികളുമായിട്ട് വന്നപ്പോ പല മതങ്ങളൊക്കെ വന്നു, അവരവരുടെ ഒരു രീതിക്ക് അനുസരിച്ച് അല്ലെ. അപ്പൊ അതിന് ആ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പ്രകൃതി ശക്തി തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്. അതിനെ പല പേരിലും വിളിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതോടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്നത്തെ ആ ക്രമം കൃത്യമായിട്ട് വിവരിച്ചു എന്നുള്ളതാണ്. വീട്ടിൽ ഇങ്ങനെ നെല്ല് കുത്തുന്ന സമ്പ്രദായം ഇല്ലേ, ആ നെല്ല് കുത്തുമ്പോൾ കിട്ടുന്ന തവിട്, അതാണ് ചന്ദ്രമാഷ്. തവിടും ശർക്കരയും ഒക്കെ ചേർത്ത് നമ്മൾ കഴിച്ചിരുന്നു. തവിട് ഭയങ്കര ടേസ്റ്റ് ആണ്, പ്രോട്ടീനാണ്, ഫൈബറാണ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യാവസ്ഥയെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്നാൽ ഇന്ന് കാലം മാറി, കാലചക്രം മാറിയപ്പോഴാണ് നമ്മൾ എന്താ പറയാ, പുതിയ പുതിയ ഭക്ഷണക്രമങ്ങളിലേക്കും രീതികളിലേക്കും മാറിയപ്പോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ രോഗത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ഉണ്ടായതെന്നുള്ളതാണ്. അതാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. ഓരോ രീതികളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. താളും ചേമ്പും തകരയും ഇലക്കറികളും ഒക്കെ കഴിക്കുമ്പോൾ ഫൈബർ കണ്ടന്റ് ബോഡിയിലേക്ക് എത്തുമ്പോൾ ബോഡി കറക്റ്റ് ആവും. ക്ലീനിങ് പ്രോസസ്സ് നടക്കും അവിടെ. ഇന്നിപ്പോ ക്ലീനിങ് പ്രോസസ്, ഇപ്പൊ നമ്മുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇല്ലേ, മീനും ഇറച്ചിയാണ് പ്രധാനം, മുട്ടയും. നോൺ വെജിലേക്കാണ് കൂടുതൽ ആളുകൾക്ക് താല്പര്യം. യഥാർത്ഥത്തിൽ മനുഷ്യൻ ഒരു വെജിറ്റേറിയൻ ആണ്. നമുക്കറിയാം, നമ്മുടെ പല്ലിന്റെ ഘടന നോക്കിയാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. നോൺ വെജ് ഉള്ള മൃഗങ്ങളുടെ പല്ലിന്റെ ഘടനയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നോൺ വെജ് കഴിക്കേണ്ടതല്ല, കഴിക്കാം, പ്രോട്ടീനൊക്കെ ആവശ്യമുണ്ട് കഴിക്കാം, അത് ലിമിറ്റായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. പഴയ കാലത്തും ഇതുപോലൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെ, ഓരോരാളുടെ വിവരണങ്ങള്. 1/2 കിലോ ബീഫും കൊണ്ടുവരികയാണെന്നാ പറഞ്ഞത് അല്ലേ. പല ഇന്നത്തെ പ്രമുഖന്മാരും അച്ഛൻ പള്ളിയിൽ പോയിട്ട് വരുമ്പോ 1/2 കിലോ ബീഫും അതിന്റെ കൂടെ എന്താ ഉണ്ടാകുക, കുറെ ഉരുളക്കിഴങ്ങും അല്ലേ. ഉരുളക്കിഴങ്ങും ഉണ്ടാവും. അല്ലെങ്കിൽ വീട്ടിലേക്ക് ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് കോഴി ഇറച്ചിയുടെ കൂടെ ഉരുളക്കിഴങ്ങ് ചേർക്കുമായിരുന്നു. ഇന്ന് ചേർക്കുവോ? ഇന്ന് ഇറച്ചി തന്നെ ബാക്കിയാണല്ലേ. അപ്പൊ ഉരുളക്കിഴങ്ങും ചിക്കനും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും ബീഫും 1/2 കിലോ ആണ് വാങ്ങിക്കുന്നത്, കാശില്ലാത്തതുകൊണ്ട്. ആലോചിച്ച് നോക്കണം. എന്നിട്ട് അതെല്ലാം വെച്ച് വീട്ടിൽ 8-9 മക്കളുണ്ടാവും അല്ലെ. എല്ലാവർക്കും അമ്മ കൊടുക്കും കൃത്യമായിട്ട്. എന്നിട്ടോ പിറ്റേ ദിവസം രാവിലത്തേക്കും കറി ബാക്കി ഉണ്ടാവും ഇല്ലേ. അന്നത്തെ കാലമാണ്. 8-9 മക്കളുണ്ടെങ്കിലും 1/2 കിലോ ഇറച്ചി വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് വെച്ചിട്ട് അന്ന് എല്ലാവരും കഴിച്ച് സമൃദ്ധമായി കഴിച്ച് പിറ്റേ ദിവസം രാവിലെയും ബാക്കി ഉണ്ടാവുന്നവർ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ഇന്നിപ്പോ 1 കിലോ ഇറച്ചി വാങ്ങിയാലും ഒരു നേരം കൊണ്ട് തീരുന്ന ഒരു സംവിധാനമാണ്. അപ്പോ ആ പഴയ കാലത്തെ കുറിച്ച് നമുക്ക് എന്താ ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലെ. അതിന്റെ ആ മനോഹാരിതയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അന്ന് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ. എന്ത് ഹാപ്പി ആയിരുന്നു, എന്ത് സന്തോഷമായിരുന്നു അല്ലെ, എന്ത് സ്നേഹമായിരുന്നു, എന്ത് സാഹോദര്യമായിരുന്നു നമ്മുടെ രാജ്യത്ത് നിലവിലിരുന്നിരുന്നത്. ഇന്നിപ്പോ ഒരാൾക്ക് മറ്റേയാളെ കണ്ടുകൂടാ, നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്ന ഒരു സമൂഹം ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുക. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അതിലേക്കൊക്കെ പോയാൽ സബ്ജക്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് നമുക്കിപ്പോ എല്ലാവരെയും ഒരു നൂലിൽ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ, ഒരുമിച്ച് ചേരാനും ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാനും സാധിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് മറികടക്കാൻ സാധിക്കും. ഒരു സംശയവും വേണ്ട. നമ്മൾ വലിയൊരു കൂട്ടായ്മയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്, സ്നേഹത്തിന്റെ കൂട്ടായ്മ. ആരോഗ്യ കേരളത്തെയാണ് നമ്മൾ ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന് പറ്റിയ കാലഘട്ടം നമുക്ക് സമ്മാനിച്ച ഈ രോഗാവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് കാലം നമുക്ക് സമ്മാനിച്ചു. കാരണം നമ്മുടെ പ്രകൃതിയിൽ നിന്നും അകന്നുപോയി നമ്മൾ ജീവിച്ചപ്പോ, നമ്മുടെ ക്രമത്തിൽ മാറ്റം വരുത്തിയപ്പോ സ്വാഭാവികമായിട്ടുണ്ടായ ആരോഗ്യത്തിന്റെ ചോർച്ച, ആരോഗ്യം ഇപ്പൊ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ആളുകൾക്ക് പലതരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പവർ പ്രശ്നങ്ങൾ. ഇന്നലെയൊക്കെ എന്നെ ഒരു ആൾ വിളിച്ച് 20 വയസ്സുള്ള കുട്ടിയാണ്. 20 വയസ്സുള്ള കുട്ടിയാണ് അവര്. ആ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസറാണ്. എല്ലായിടത്തും ഒഴിവാക്കി ഇപ്പൊ ഒരു എല്ലാം കഴിഞ്ഞു തിരുവനന്തപുരത്ത് നിന്നൊക്കെ പോയി വന്ന് ഇപ്പോ
വീട്ടിനടുത്തുള്ള തൊട്ടൊരു ഹോസ്പിറ്റലിൽ ജസ്റ്റ് വീട്ടിൽ കിടത്തുന്നതിന് പകരം അവിടെ കിടത്തിയിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. നമ്മൾ കേട്ടപ്പോ തന്നെ സങ്കടം ഉണ്ടായി എന്നുള്ളതാണ്. എന്താ ചെയ്യാൻ പറ്റുക നമുക്കല്ലേ? ആ രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിൽ ഈ രോഗാവസ്ഥ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 എലിമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. പൊല്യൂഷൻ തന്നെയാണ് ഒന്നാമത്തെ കാര്യം അല്ലെ. രണ്ടാമത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് വിഷാംശങ്ങൾ തന്നെയാണ്. അറിഞ്ഞോ അറിയാതെ കെമിക്കൽസും പെസ്റ്റിസൈഡ്സും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ മാർഗമില്ല. അതുപോലെ തന്നെ വെള്ളത്തിന്റെ പ്രോബ്ലം, അസിഡിക് വാട്ടർ നമ്മൾ കഴിക്കുന്നു, മാലിന്യ വെള്ളം കുടിക്കുന്നു. ഇതേപോലെ തന്നെ ടെൻഷൻസ് ആൻഡ് വറീസ്. ഇന്നൊരു മത്സരമാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലെ. ഭയങ്കര മത്സരമാണ്. തൊട്ടയൽവക്കക്കാരനേക്കാൾ നമുക്ക് മുന്നോട്ട് വരണം അല്ലേ. അയാൾക്ക് കോടി ഉണ്ടെങ്കിൽ നമുക്ക് 5 കോടി വേണം ഇല്ലേ. അവിടെ ഒരു ചെറിയ മാരുതി ഉണ്ടെങ്കിൽ നമുക്ക് ബെൻസ് വേണം ഇല്ലേ. അവന്റെ കുട്ടികൾ ഇന്ന് സ്കൂളിലാണ് പഠിക്കണമെങ്കിൽ എന്റെ മകൻ അതിനേക്കാൾ വലിയ സ്കൂളിൽ പഠിക്കണം ഇല്ലേ. ഇങ്ങനെ ഒരു മത്സര ഓട്ടത്തിൽ ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മഹാരോഗികളായി മാറുകയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. മനസ്സിലായ? കെമിക്കൽ ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാക്കും. ഈ കെമിക്കൽ ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാക്കുമ്പോ പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ തേടി വരും. അങ്ങനെ പല കാരണങ്ങളുണ്ട് ഇതിനത്തെ കുറിച്ച് പറയുമ്പോൾ. അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ സമൂഹത്തിൽ പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മൾ മത്സര ബുദ്ധിയോടെ തന്നെ ചെയ്തു പോയിക്കൊണ്ടിരിക്കും. അതിനൊന്നും പെട്ടെന്നൊന്നും തലമുറകളെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ പോലും നമ്മളെ ഇന്നത്തെ ഈ ജീവിതക്രമത്തിൽ നിന്നും നമ്മളെ പിറകോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇനി പാടത്തും പറമ്പത്തും പണിയെടുക്കാനും നെല്ലുകുത്താനും ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പൊ അതിന് പറ്റിയ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ വീടാന്തരം നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എനർജിയെ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ഓരോ വീടുകളിലേക്കും ഈ എനർജിയുടെ സാന്നിധ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ നല്ലൊരു ആരോഗ്യ കേരളത്തെ നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. പഴയ തലമുറക്ക് കിട്ടിയ അതേ ഒരു എനർജി ലെവലിലേക്ക് നമ്മുടെ വളരുന്ന കൊച്ചുകുട്ടികളെ നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളും ഉൽപ്പന്നങ്ങളും ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പുറമെ നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് സപ്ലിമെന്റ്സ്, അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അതിവിടെ ശോഭ മാഡം സൂചിപ്പിച്ചു. 10ഓളം പ്ലാന്റ് ബേസ്ഡ് ഫുഡ് സപ്ലിമെന്റ്സ് ഉണ്ട്. അതായത് പഴയ ആയുർവേദത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. മനസ്സിലായ? ആ ആയുർവേദ ഉൽപ്പന്നങ്ങളെ പോലെ തന്നെ അതിനേക്കാൾ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള, അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള, ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട രീതിയിൽ ലാബിൽ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത രീതിയിലുള്ള 10ഓളം ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇന്ന് ഇവിടെ ലഭ്യമാണ്. അതിൽ നമ്പർ 1 ഷുഗർ ബാലൻസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് അത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ശോഭാമയുടെ ഇവിടെ റിസൾട്ട് പറഞ്ഞു. ആദ്യം ഉപയോഗിക്കുമ്പോൾ ഷുഗർ കൂടുതലുള്ള ആളുകൾ 2 ടാബ്ലറ്റ് വെച്ച് രാവിലെ ഉപയോഗിക്കണം. രാവിലെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പാണ് അത് കഴിക്കേണ്ടത്. രാത്രി ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് 2 എണ്ണം കഴിക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിച്ച് നമ്മൾ നോക്കുമ്പോൾ 1 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ ഒരു നോർമൽ സ്റ്റേജിലേക്ക് വരുന്നതായിട്ട് പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഷുഗർ കൂടുതലുള്ള ആളുകൾ അൾട്രാബെറി ജ്യൂസ് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഷുഗർ കൂടുതലുണ്ടെങ്കിൽ അൾട്രാബെറി ജ്യൂസ് ഉപയോഗിക്കുമ്പോൾ ഷുഗർ ഹൈക്ക് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഷുഗർ കൂടുതലുള്ള ആളുകൾ അൾട്രാബെറി ജ്യൂസ് ഉപയോഗിക്കേണ്ട. ഷുഗർ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് അത് ക്രമപ്പെടുത്തിയതിനു ശേഷം HbA1c ടെസ്റ്റ് ചെയ്ത് നോക്കുക. HbA1c 7ൽ താഴെയാണെങ്കിൽ അൾട്രാബെറി ജ്യൂസ് ഉപയോഗിക്കാം. 7ൽ കൂടുതലാണ് HbA1c എങ്കിൽ അൾട്രാബെറി ജ്യൂസ് തൽക്കാലം ഉപയോഗിക്കേണ്ട. കുറച്ച് നാളും കൂടെ നമ്മുടെ ഷുഗർ ബാലൻസ് ഒക്കെ കഴിച്ച് ഇല്ലേ ഭക്ഷണക്രമത്തിലൊക്കെ ഒന്ന് മാറ്റം വരുത്തി നല്ല രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ അൾട്രാബെറി ജ്യൂസ് ഉപയോഗിക്കാം. മോർ പവർ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. രാവിലെ 2 മില്ലിഗ്രാം, വളരെ കുറച്ച്, ഒരു കപ്പലിന്റെ വലുപ്പത്തിൽ രാവിലെ വെറും വയറ്റിൽ നമ്മുടെ മോർ പവർ ഉപയോഗിക്കുന്നത് ഷുഗറിനെ കുറക്കുന്നതായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. 2 ഗ്രാം ഉപയോഗിക്കാം. നമ്മളെ 11 സിസ്റ്റത്തെയും അത് എനർജൈസ് ചെയ്യും. രാത്രി മോർ പവർ ഉപയോഗിക്കേണ്ട. ഷുഗർ കൂടുതലുള്ള ആളുകൾ രാത്രി മോർ പവർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറും 2 ഗ്രാം ഉപയോഗിച്ചാൽ മതി രാവിലെ മാത്രം. എന്നിട്ട് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അവർക്ക് ഷുഗർ നോർമൽ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് സമൂഹത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പഴയതിനേക്കാൾ ഒരു പൂർവമായ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഈ ബയോടൂറിയത്തിലൂടെ നമുക്ക് സാധിക്കുന്നുള്ളതിന് നിരവധി തെളിവുകൾ ഇപ്പൊ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായ? അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് കൊടുത്ത് ആരും വിലപിക്കേണ്ട. അതിനേക്കാൾ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ഈ പ്രൊഡക്റ്റിലൂടെ എല്ലാം സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ സാധിക്കട്ടെ.
അതിനായിട്ട് എല്ലാവരും ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് തൃശ്ശൂർ പ്രോഗ്രാമാണ്, പോകാനുള്ള ധൃതിയും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. എന്തായാലും വളരെ നല്ല രീതിയിൽ പ്രോഗ്രാം അവതരിപ്പിച്ച ചന്ദ്രൻ സാറിനും അതുപോലെ തന്നെ ശോഭാ മേഡത്തിനും ഒരിക്കൽ കൂടി ബിഗ് കൺഗ്രാജുലേഷൻസ് നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ അർപ്പിച്ചുകൊണ്ട് ഒറ്റ വാക്കും കൂടി പറയുന്നു. ഇന്ന് തൃശ്ശൂർ POP ആണ്. ആ പ്രദേശത്തിലെ എല്ലാ ലീഡേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും അവിടെ എത്തണം, പുതിയ പുതിയ ഗസ്റ്റുകളുമായിട്ട് എത്തുക എന്നുള്ളതാണ്. നമ്മുടെ കൊച്ചിൻ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം ഏകദേശം അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. മിക്കവാറും തിങ്കളാഴ്ച എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അതിന്റെ കൺഫർമേഷൻ കിട്ടും. തിങ്കളാഴ്ച എറണാകുളം ഓഫീസ് ഉദ്ഘാടനമാണ്. മിക്കവാറും അത് നമ്മളെ സാഗർ സാർ തന്നെ ഓൺലൈനിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അടുത്ത മാസം സാഗർ സാർ കേരളത്തിലേക്ക് വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് അനൗൺസ് ചെയ്യും. ഒരു 2000 പേരുടെ പ്രോഗ്രാമാണ് അന്ന് ഉദ്ദേശിക്കുന്നത്. ഡിസംബർ ഒരു പകുതിയോട് കൂടിയിട്ട് അത് പ്ലാൻ ചെയ്യാണ്. ഇത് സാഗർ സാർ ഇപ്പോ ഈ ഫംഗ്ഷന് വരുന്നില്ല. ചിലപ്പോ നമ്മുടെ റഷീദ് സാർ വരാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഓൺലൈനിലൂടെയുള്ള ഉദ്ഘാടനമായിരിക്കും. അത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സൂമിലൂടെ അത് അറേഞ്ച് ചെയ്യും. രാവിലെ ആയിരിക്കും. രാവിലെ ഒരു 11-12 മണിയോട് കൂടിയിട്ട് സാഗർ സാർ നമ്മുടെ സൂമിൽ വന്നിട്ട് അത് ഓപ്പൺ ചെയ്യുന്ന ഒരു കർമ്മമായിരിക്കും. എല്ലാവരും എറണാകുളത്തേക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം അവിടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല, ചെറിയ ഓഫീസാണല്ലോ. പിന്നീട് നമുക്ക് സൗകര്യം പോലെ ഓഫീസിലേക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫീസ് സ്റ്റാഫിനെ അവിടെ അറേഞ്ച് ചെയ്യും. പിന്നീട് അങ്ങോട്ട് നമുക്ക് ടീമിലുണ്ടാകുന്ന ഓരോ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ വറീസ് പ്രോഡക്റ്റ് വന്നില്ല, റീപർച്ചേസ് വന്നില്ല, എന്തുണ്ടെങ്കിലും ഓഫീസുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻസ് അവിടെ ഉണ്ടാകും. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നാളത്തോട് കൂടിയിട്ട് അതിന്റെ ക്ലിയർ ഡിക്ലറേഷൻ വരും. ഇങ്ങനെയാണ് ഏകദേശം പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും സൂമിലൂടെയാണ് നമ്മൾ ആ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്, സൂമിലൂടെ. പിന്നെ കോർ ലീഡേഴ്സ് എല്ലാം വന്ന് എറണാകുളത്ത് എത്തണം. അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് വിശദീകരിക്കുന്നതായിരിക്കും. അപ്പൊ സൂമിലൂടെ എല്ലാവർക്കും നമുക്ക് ആ ഇനോഗ്രേഷൻ കാണാൻ വേണ്ടി സാധിക്കും. സാറ് ഓരോരുത്തരായിട്ടും നമുക്ക് സാറുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം കൂടെ ആ പ്രോഗ്രാമിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും ഡിസംബറിലേക്ക് തയ്യാറാകാൻ വലിയൊരു ബയോട്ടോറിയത്തിന്റെ ഒരു കുടുംബമേള സാഗർ സാറിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കുടുംബമേള ഡിസംബറിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ വിജയങ്ങളിലേക്ക് ഒരുമിച്ച് ഒന്നായി നമുക്ക് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതിയ ഒരു ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട്, ആരോഗ്യ കേരളത്തിന് വേണ്ടിയിട്ട് സ്വപ്നം കണ്ടുകൊണ്ട് ആവേശത്തോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. അതിനുള്ള ഊർജവും ശക്തിയും ഈശ്വരൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ഈ